ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ. എയർ ട്രാഫിക് കൺട്രോളർമാർ സമരം ചെയ്ത കാരണം ഭയങ്കര കഷ്ടമാണ്. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ATC ഒന്നും ഇതുവരെ പണി മുടക്കി കേട്ടിട്ടില്ല. ഇതൊക്കെ എന്താണോ അവസ്ഥ? ഇതെന്നൊക്കെ പറയാനായിട്ട് പേരിന് മാത്രം എന്തൊക്കെയേ ഉള്ളൂ. ഉച്ചയ്ക്ക് 2 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു, അതാണ് രാത്രി 10 മണിയായിരിക്കുന്നത്. പ്രേതാലയം പോലെ കിടക്കുന്ന എയർപോർട്ട് നോക്കി. ഒരു സമരം കാരണം എയർപോർട്ട് മൊത്തം നിശ്ചലമായെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ പെരുവഴിയാവോ? ഇവിടെ നിന്ന് എങ്ങനെയാ ബസ് എടുക്കുന്നത്? ഇനി എങ്ങോട്ട് പോകാനേ? ഇവിടെ ആരും ഇല്ലല്ലോ. കൊള്ളാം അല്ലേ? അടിപൊളിയാണല്ലോ. നല്ല അടിപൊളി ബോക്സ്. ഇത് ഒരെണ്ണം എടുക്കാം. പിന്നെ ഇത് വേണ്ട, ഇതില്ല. Asked about to take the big one. Is it small and big, right? Yeah, this is small and big, 1 kilo. Yeah, sure. This is okay, right? Nothing happened, right? It's okay, I'll take it. No problem. Thank you. ഇത് എവിടെ സ്കാൻ ചെയ്യാം? This one, right? Is this a bag you have? You have a bigger one? That's the other side. Okay, thank you. BYD. ഓരേ നീ അപ്ഗ്രേഡ് ചെയ്തോ? തോന്നുന്നല്ലേ? അപ്ഗ്രേഡ് ചെയ്തല്ലേ? പൊളിച്ച് തകർത്ത്. എന്നാ ഉണ്ട്? യാത്ര എന്തോന്നടാ ഇത്? വീഡിയോ ഓണാ? അത് കുഴപ്പമില്ല, സാരമില്ല. ഇപ്പൊ BYD ഭയങ്കര ട്രെൻഡാട്ടോ. അടിപൊളി. പൊളി പൊളിച്ച്. ഓ ഇതാരാ? ഹായ് ന്യൂ ബോൺ, ഹൗ ആർ യു? ഞാൻ കഴിഞ്ഞ വന്നപ്പോ നീ ഇവിടെ ഇല്ല. ഇല്ല, ആ നോക്കുന്നൊക്കെ ഉണ്ടല്ലോ, പിടിക്കുകയാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ആ അടിപൊളി, ഓൾ ഗുഡ്. ഓ താങ്ക് യു. കുറെ നാളിന് ശേഷം ആ പെട്ടിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നത്. ഫുൾ ബാക്ക് പാക്ക് ആയിരുന്നു. സമയം രാത്രി 8:45. രാത്രി 8:45. നേരെ ഇരുട്ടിയിട്ടൊന്നുമില്ല ഇതുവരെ. എൻ്റെ ഫ്രണ്ടും എൻ്റെ നാട്ടുകാരനും എൻ്റെ കൂട്ടുകാരനും എൻ്റെ ക്ലാസ്മേറ്റും ഒക്കെയായ ലിനോയുടെ വീടാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടല്ലേ. പുറത്തൊന്നും ഒരൊറ്റ മനുഷ്യനില്ല, ഒരു ബഹളമില്ല. സമ്മറായിട്ടും ആൾക്കാരും പുറത്ത് കാണുന്നില്ല. ഇവിടേക്ക് എങ്ങനെയാണോ? ആരും പുറത്തിറങ്ങത്തില്ല ഇവിടെ സമ്മറായാലും. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. ഞാനിനി പോകാൻ പോകുന്ന ഐസ്ലാൻഡിലേക്കാണ്. അവിടെ രാത്രി 1 മണിക്ക് നേരെ ഇരുട്ടുള്ളൂ, 3 മണിക്ക് നേരം വെളുക്കുകയും ചെയ്യും. അതായത് ലിറ്ററലി നേരെ ഇരുട്ടിയെന്ന് പറഞ്ഞാലും ഈ ഒരു വെളിച്ചം ഉണ്ടാവും രാത്രിയിലും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുമ്പ് അറിയാം എന്തായിരിക്കും അത്. BYD കാറാണ്. അതിൻ്റെ ഫ്രണ്ട് വലിയൊരു ലാപ്ടോപ്പ് പോലൊരു സാധനം ഇരിപ്പുണ്ട്. എനിക്ക് എന്തോ വലിയ ഡിസ്പ്ലേ ആണെന്ന്. ഇത് പൊളിച്ച് എന്തോ വേണം. ഇത് iPad നമ്മൾ തിരിച്ചും മറിച്ചും വെക്കുന്ന പോലെ തന്നെ. നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ വന്നിട്ട് മടി പിടിച്ചിരിക്കുമായിരുന്നു. പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി ആയത് ലിനോ പറഞ്ഞു നമുക്ക് പുറത്തിറങ്ങാണ്ട, അടിച്ചിട്ട് വരാം. തിരിച്ചങ്ങനെ വണ്ടി ഓടിക്കും. നോക്കാം. വണ്ടിയുടെ ഡിസ്പ്ലേയില് സിസ്റ്റം അഡാസ് ഒക്കെ ഉണ്ടല്ലേ. അടിപൊളി. ഇന്റലിജന്റ് ക്രൂസ് കൺട്രോള്, പിന്നെ സർവീസ് ഡ്യൂ, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, വെന്റ് ഹീറ്റിങ്, അതല്ല ഈ ഡിസ്പ്ലേ വഴി ചെയ്യാൻ പറ്റുമോ? അടിപൊളി, കൊള്ളാം. പിന്നെ എനർജി, പിന്നെ അതായത് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാറ്ററി സംഭവമുള്ള പരിപാടികൾ, ഓഡിയോ ഡിസ്പ്ലേ, ഇൻഫിനിറ്റി ബൈ ഹാമൻ. പൊളിച്ച്. ചൈനക്കാരൊരു രക്ഷയില്ല കേട്ടോ. എന്തൊക്കെ പരിപാടികളാണെന്നറിയാം കുത്തിയണച്ച് വയ്ക്കുന്നത്. എന്നിട്ട് ചെറിയ പൈസക്ക് വിൽക്കുകയും ചെയ്യും. ഈ ചെറിയൊരു പൈസക്ക് ഇതൊക്കെ നടക്കും എന്ന് അവർ കാണിച്ചു തരുമോ? അപ്പം അറിയത്തില്ല. ഇപ്പം നമ്മളെ ഈ പ്രീമിയർ വണ്ടിക്കൊക്കെ അവർ പറയുന്നത് ഓരോ സാധനങ്ങൾ, ഓരോ ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യുമ്പോൾ അവർ പൈസ കിട്ടും. പക്ഷെ അതിനകത്തല്ലേ അഡാപ്റ്റീവ് ക്രൂയിസ്, അത് ഇത് പോഷ് പോലുള്ള വണ്ടിയില്ലേ, അതിനകത്തൊക്കെ ആപ്പിൾ കാർപ്ലേ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുക്കണം. അവരൊക്കെ ഇപ്പോഴും അങ്ങനെയാന്നാ പറയുന്നത്. ആപ്പിൾ കാർപ്ലേ വേണമെങ്കിൽ എക്സ്ട്രാ പൈസ വേണമെന്നൊക്കെയാ പറയുന്നത്. അവര് പറയുന്ന റീസൺസ് ഇതില്ലേ അതില്ലേന്ന് പറയുമ്പോ തേണ്ടുന്ന. ഞങ്ങളെ ഇവന്റെ വീട്ടിൽ ഇരുന്ന് നെറ്റ്ഫ്ലിക്സില് ഒരു സീരീസ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു, അഡോളസൻസ് അല്ലേ. നമുക്ക് അതേപോലെ ഒരു വ്ളോഗ് എടുത്താലോ? ഞാൻ ഇപ്പോഴും ആലോചിക്കുമായിരുന്നു. അത് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് കട്ട് ചെയ്യാതെ കംപ്ലീറ്റ് ഒരു 1/2 മണിക്കൂർ ഫുള്ള് ശരിക്കും എടുക്കാൻ പറ്റും. മാഞ്ചസ്റ്റർ അടുത്തുള്ളൊരു സ്ഥലത്തേ ഞങ്ങൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് UK ആണോ, മാഞ്ചസ്റ്റർ ആണോ, പാകിസ്ഥാനാണോ, അഫ്ഗാനിസ്ഥാനാണോ എന്നൊക്കെ സംശയിച്ചു പോകുന്ന ഒരു സ്ട്രീറ്റ്. അതായത് ഇവിടെ ഇന്ത്യൻസ് ഒന്നും അല്ല ഉള്ളത്, ഇന്ത്യൻസേ അല്ല ഉള്ളത്, ബാക്കിയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞേ? റഷ്ലോ. ഗൈസ്, ഞാനിപ്പോൾ ഇംഗ്ലണ്ടിലാണ്. പക്ഷെ എനിക്കിതിവിടെ ഒരു സായിപ്പിനെ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
എന്ത് കഷ്ടം. കണ്ടു, ഇമിഗ്രേഷനിൽ കണ്ടായിരുന്നു. അവിടെ ഒരു സായിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷുകാരെ കാണാത്ത ഇംഗ്ലണ്ടാണ് കഴിച്ചത്. നീ ഗൾഫിൽ വന്ന് എത്തിയോ? ഗഫൂർ ഖാൻ ദോസ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡിഗോ എന്നെ വേറെ ഏതെങ്കിലും രാജ്യത്താണോ കൊണ്ടാക്കിയത്? എനിക്കൊരു സംശയമുണ്ട്. ജാഫ മെഡിറ്ററേനിയൻ, ഇസ്താൻബുൾ, പിന്നെ ട്രഡീഷണൽ ഫിഷ് ആൻഡ് ചിപ്സ്, ബിസ്മി ജുവലേഴ്സ്, സിറിയാന മാർക്കറ്റ്, കച്ചറ നിറഞ്ഞ പൊതുവഴി. അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ദൈവനിവിടെ കോക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നല്ല ചൂട് കട്ടൻ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ള് അറബിക് മിഡിൽ ഈസ്റ്റേൺ കുസീൻ, അതാണ് ഇവിടെ മൊത്തം. UK വന്ന് നല്ല അടിപൊളി മെഡിറ്ററേനിയൻ കുസീൻ ഫുഡ് വാങ്ങിച്ച് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ. നെക്സ്റ്റ് ഡേ ഇന്ന് നമ്മൾ ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിൽ കയറാൻ പോവാണ്. ഇന്ന് നമ്മൾ ബ്രിട്ടീഷ് എയർവേസിൽ കയറിയിട്ട് ലണ്ടൻ പോവും. അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് പാരീസിലേക്ക്. അങ്ങനെയാണ് നമ്മുടെ യാത്ര. ഞാൻ ആദ്യമായിട്ടാണ് ബ്രിട്ടീഷ് എയർലൈൻസിൽ കയറാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ചിക്കൻ കൊണ്ടാട്ടം വാസ് റിയലി നൈസ്. താങ്ക് യു സോ മച്ച്. സീ യു. പിള്ളേർ വരുമ്പോൾ പറയൂ. ഞാൻ എടുത്തോളാം. അതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല. കണ്ണിൽ സന്തോഷം. താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് മീ. ഇവിടെ തണുപ്പാണല്ലോ. ഹലോ ബി വേഡി. ഓപ്പൺ ദ ബൂട്ട്. ഓക്കെ, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ശരി, ബൈ, കാണാം. ബൈ. മോള് വരുമ്പോൾ പറയൂ. ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണേ. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെയൊക്കെ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. നമ്മളും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബ്ദം കേട്ട് തുടങ്ങിയല്ലോ. എവിടെ 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 ഇത് വിമാനത്താവളത്തിൻ്റെ റൺവേയുടെ അടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതും അതേപോലെ തന്നെ ലാൻഡ് ചെയ്യുന്നതും അങ്ങനത്തെ ഉള്ള പല പരിപാടികൾ കാണാൻ സാധിക്കും. സൗണ്ട് കേട്ടോ? എന്ത് സൗണ്ടാണ്? നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മാഞ്ചസ്റ്റർ എയർപോർട്ട് ലൈവ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ലൈവ്, അതായത് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ ലൈവ് കാണിക്കുന്ന പോലെ ഇവിടെ നിന്ന് ആൾക്കാർ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന ലാൻഡ് ചെയ്യുന്നതൊക്കെ യൂട്യൂബിൽ ലൈവ് കാണിക്കും. അത് മാഞ്ചസ്റ്ററിൽ മാത്രമല്ല, പല ഈ ഭാഗങ്ങളിലുള്ള UK പിന്നെ US ഒക്കെയുള്ള പല എയർപോർട്ടുകളിൽ നിന്നും ആൾക്കാർ ഇത്തരത്തിൽ ലൈവ് ചെയ്യുന്നുണ്ടാവും. വാവ്, ഇതിൻ്റെ മേളിൽ കൂടെ ഒക്കെ കയറിപ്പോയിട്ട് ഇതിൻ്റെയൊക്കെ മേളിൽ ആൾക്കാർ നിൽക്കുന്നത്. ഇതിലെവിടെ പോകണം? എന്തോരം ആൾക്കാരാണ് വരുന്നതെന്ന് നോക്കി. റയാനെയർ പോകുന്നു. അതിൻ്റെ സൗണ്ട് കണ്ടു. എങ്ങനെയൊക്കെ ആൾക്കാർ ഓരോ പരിപാടിക്കായിട്ട് പോകുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പിടിച്ചകത്തെടുത്ത്. അടിപൊളി. ഇത് എന്താ ഇവിടെ? എൻ്റെ പൊന്നു, അടിപൊളിയേ. പുള്ളി ലൈവ് കമൻട്രി ഒക്കെ കൊടുത്തുകൊണ്ടാണ് ലൈവ് ചെയ്യുന്നത്. പുള്ളി മാത്രമല്ല, ഇവിടെ എന്തോരം ആൾക്കാർ നിൽക്കുന്നത് നോക്കി. കസേരൊക്കെ ആയിട്ട് വന്നങ്ങ് ഇരിക്കുക. അങ്ങ് ദൂരെ എത്ര ക്യാമറ കൊണ്ട് ആൾക്കാർ നിൽക്കുന്നത്. എന്തുവാണ് ഇത്? ക്രിക്കറ്റ് കമൻട്രി ചെയ്യുന്ന പോലെ. അങ്ങ് ദൂരേന്നൊരു വിമാനം വരുന്നുണ്ടേ. ഇവിടെ നിന്ന ഒരാൾ എത്ര ക്യാമറയിലാണ് ഇത് എടുക്കുന്നതെന്ന് നോക്കി. എൻ്റെ പൊന്നും, എന്തോരം എക്യുപ്മെൻ്റാന്ന് നോക്കിയത്. ഇതൊക്കെ ഇയാൾ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇയാളുടെ ബാറ്ററിയും പിന്നെ ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളും പരിപാടികളൊക്കെ ആയിരിക്കും. അവിടെ ഒരു 38 ലാൻഡ് ചെയ്യുന്നുണ്ട്. പൊളിച്ച് അതവിടെ ലാൻഡ് ചെയ്തിട്ട് ടച്ച് ഡൗൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. എമിറേറ്റ്സ് ആണ്, എമിറേറ്റ്സ്. നമ്മളീ പറയുന്ന പോലൊക്കെ തന്നെ ക്യാമറ ആയിട്ട് വന്ന് ലൈവ് പോയാൽ മതി അല്ലേ? സംഭവം പൊളിയാ. എന്തോരോ ആൾക്കാരാന്ന് നോക്കിയാൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. സമ്മതിക്കണം കേട്ടോ. ലൈവ് സ്ട്രീമിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മൊബൈൽ അപ്പുറത്തിരിപ്പുണ്ട്. ആ മൊബൈലിൽ ലൈവ് സ്ട്രീമിങ് കാണാം. താഴെ വേറെ സെക്കൻഡറി ക്യാമറയുണ്ട്. ഇതിനകത്ത് മൊത്തം 1, 2, 3 ക്യാമറ ഡിവൈസുകൾ. എൻ്റെ ദൈവമേ, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണെന്ന് നോക്കി. അവിടെ ഒരു വെർജിൻ അറ്റ്ലാന്റിക് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുപോലൊരു സ്ഥലമുണ്ടല്ലോ. ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ ശരിക്കും ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാനായിട്ട്. പ്ലെയിൻ സ്പോട്ടിങ് പരിപാടികളൊക്കെ ആയിട്ട്. അയ്യോ, നമ്മുടെ ഫ്ലൈറ്റിന്റെ സമയമായി. ഇല്ലെങ്കിൽ അത് മിസ്സാവും. എന്തോ ഉള്ള പേര്? സൈമൺ.
സൈമൺ ഓവിയേഷനോ? സൈമൺ ലോപ്പസ്. ഇച്ചിരി ബാക്ക് അടിച്ച് നോക്ക്, നമ്മളവിടെ ഒന്ന് സംസാരിച്ച സൗണ്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലേ നെക്സ്റ്റ് ഡേ വാർത്തയായിരിക്കും. വിമാനങ്ങളുടെ എയർപോർട്ടിന് പരിസരത്ത് നിന്നും വിമാനങ്ങളുടെ വീഡിയോ ലൈവ് സ്ട്രീമിംഗ് ചെയ്ത് പണമുണ്ടാക്കിയ യൂട്യൂബർ അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞായിരിക്കും വാർത്ത വരുന്നത്. ഈ ആൾക്കാരൊക്കെ വാൻ പിടിച്ചിട്ടാണോ ഇതിന് വരുന്നത്? ഇവിടെ വാനൊക്കെ കിടക്കുന്നുണ്ട്, ദൂരം വണ്ടികൾ എവിടെ കിടക്കുന്നതെന്ന് നോക്കി. നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ റൺവേയുടെ ഓപ്പോസിറ്റ് സൈഡിലെത്തി. ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക ടെർമിനലുള്ളത്. ഇപ്പോഴും അവിടെ വിമാനങ്ങൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം ടു ടെർമിനൽ 3 ഓഫ് മാഞ്ചസ്റ്റർ എയർപോർട്ട്. അപ്പോൾ കാണട്ടെ അല്ല, അപ്പോൾ നീങ്ങട്ടെ. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും യാത്രയിൽ കാണാം. ഓക്കെ, സീ യു, ബൈ ബൈ. ശരി, ബൈ. നോക്കട്ടെ. ഐസ്ലാൻഡ് അല്ലേ വരുന്നോ? വാ, വിസ എടുക്കണമല്ലോ അല്ലേ? ശരി, സെറ്റാക്കാം. ഓക്കെ, ബൈ, സീ യു, ബൈ. ഇവിടെ എന്ത് തിരക്കാണെന്നറിയോ? ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഭയങ്കര തിരക്കാണ്. അത്ര നേരമായെന്നറിയോ നിൽക്കാനായിട്ട്? എൻ്റെ ചെക്ക് ഇൻ ക്ലോസ് ചെയ്യാൻ സമയമായി. ഗേറ്റ് ഏതാണ്? ലണ്ടൻ LHR ഗേറ്റ് 1. ഇതെന്തല്ലേ, ഗേറ്റൊന്നും വന്നിട്ടില്ലല്ലോ. സെക്യൂരിറ്റി ചെക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് വന്നു. ഇത് ഭയങ്കര കൺജസ്റ്റഡ് എയർപോർട്ടാണ്. പിന്നെ ഡൊമസ്റ്റിക് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഗേറ്റ് ഇൻഫോ ഇതുവരെ വന്നിട്ടില്ല. 2 മണിക്കാണ് ഫ്ലൈറ്റ്. എൻ്റെ സീറ്റ് പുറകിലാണ്. 25D മാഞ്ചസ്റ്റർ ടു ലണ്ടൻ. അപ്പോൾ എന്നോട് എയറോ ബ്രിഡ്ജ് വഴി അവർ ആൾക്കാരെ കയറ്റുന്നുണ്ട്. പക്ഷേ എന്നോട് ഇതിലൂടെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകാൻ പറഞ്ഞു. കാരണം പുറകിൽ കൂടെ മുമ്പിൽ കൂടെ ഒക്കെ കയറ്റും. ഈ ഇൻഡിഗോ ഒക്കെ ചെയ്യുന്ന സെയിം പരിപാടിയാണ്. ബ്രിട്ടീഷ് എയർവേസ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ലണ്ടനിലേക്ക് ആകെ 35 മിനിറ്റ് 40 മിനിറ്റ് മാത്രമേ യാത്രയുള്ളൂ. അതിനാണ് ഇത്ര ആൾക്കാർ ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് 3 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ലണ്ടൻ എത്താൻ പറ്റും. പക്ഷെ വിമാനത്തിലും ആൾക്കാർ പോകും. കാരണം ഡ്രൈവ് ചെയ്യുന്നതിലും എളുപ്പമല്ലേ, അല്ലെങ്കിൽ ലാഭമായിരിക്കും. ഹായ്, ഹൗ ആർ യു? ഗ്രേറ്റ്. ലാസ്റ്റ് റോ നോക്കിയേ. ലാസ്റ്റ് റോയിൽ വിൻഡോ ഇല്ല ഗൈസ്. ഇത് നമ്മുടെ ഇൻഡിഗോ പോലെ തന്നെ, അത്രേ ഉള്ളൂ. വലിയ സംഭവം ഒന്നും പറയാനില്ലല്ലോ. 25D ആണ്. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ വൈകി പോയായിരുന്നു. സോ ഐ ഡിഡ്ന്റ് ഗെറ്റ് എ വിൻഡോ സീറ്റ്. സോ ദിസ് ഈസ് മൈ സീറ്റ്. ഹായ്, hello, I am sitting here. I would like to sit on the window seat, but I don't get. പഴക്കമുള്ള എയർബസ് A320 വിമാനമാണ്. എൻ്റെ സീറ്റ് ഇതല്ല. അപ്പോൾ പുറകിലത്തെ 2 റോ കാലിയായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ കയറിയിരുന്നോളാൻ പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് കയറിയിരുന്നു. ഏറ്റവും പുറകിൽ വിൻഡോ ഇല്ല. ഇവിടെ ഒരു പാർഷ്യൽ ഇവിടെ ഇങ്ങനെ വിൻഡോ കിട്ടും എനിക്ക്. നമ്മൾ നേരത്തെ ലാൻഡ് ചെയ്തില്ലേ, എമിറേറ്റ്സ് ആണ് കിടക്കുന്നത് 380. ഈ ചെറിയ ഡിസ്റ്റൻസ് ഓടിക്കുന്ന വിമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന് പുഷ് ബാക്ക് പോലും ഇല്ല. അതൊക്കെ സീറ്റിന് ചെറിയ ഹാൻഡ് റെസ്റ്റ്, കുഞ്ഞ് ഹാൻഡ് റെസ്റ്റ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ ഇൻഡിഗോ ഒക്കെ അരമണിക്കൂർ യാത്രയാണെങ്കിലും എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മുടെ വിമാനത്തിലുള്ളത്. അടിപൊളിയല്ലേ? ഈ ചെറിയ ഫ്ലൈറ്റുകൾ നമ്മുടെ എയർ ഇന്ത്യയാണ് സൂപ്പർ. ബ്രിട്ടീഷ് എയർവേസ് അത്രയ്ക്ക് പോരാ. ലോങ് ഫ്ലൈറ്റുകളൊക്കെ അടിപൊളിയാണെന്ന് തോന്നുന്നു. നമുക്കിനി ഇവരുടെ ഒരു ലോങ് ഹോൾ ഫ്ലൈറ്റ്, പ്രത്യേകിച്ച് 380 ഒക്കെ ഉണ്ട് ഇവർക്ക്. അതൊക്കെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്യണം. എന്തൊക്കെയോ ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കുന്നു. വിമാനം ആടി ഒലയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. സാധാരണ കേൾക്കുന്നതിൽ നിന്നും വളരെ എന്തൊക്കെയോ വ്യത്യസ്തമായ ശബ്ദമൊക്കെ. ഇതിനകത്ത് മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, എന്തോ വൈഫൈ പരിപാടികളൊക്കെ ഉണ്ട്. അത് മറ്റേ ഇൻഫർടൈൻമെൻറ്റിനായിരിക്കും. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള വൈഫൈ സെറ്റപ്പൊക്കെ ഉണ്ട് സീറ്റിന് താഴെ. അരമണിക്കൂർ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും വോക്കേഴ്സ് ബിസ്ക്കറ്റ് വന്നിട്ടുണ്ട്. വോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ബ്രാൻഡാണ്, ഒരു സ്കോട്ട്ലൻഡ് ബേസ്ഡ് ബ്രാൻഡാണ്. അവരുടെ ഒരു ബിസ്ക്കറ്റ്, ഒരു കുപ്പി വെള്ളം തരും. ഒരു കുപ്പി ബ്രിട്ടീഷ് വെള്ളം തന്നിട്ടുണ്ട്. ഹാരോ ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ
ഉണ്ടാക്കുന്ന വെള്ളമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും കണ്ണ് തുറക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ എത്തി, ലണ്ടനെത്തി. നമ്മുടെ ഫ്ലൈറ്റ് അധികം പൊങ്ങിയില്ല, 19,000 അടി ഉയരത്തിൽ വരെ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. കാരണം കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. 43 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ എത്തി. സംഭവം ക്യാബിനൊക്കെ നല്ല നീറ്റാണ്, ക്ലീനാണ്, അടിപൊളിയാണ്. എന്താ പറയുക, പിന്നെ അല്ല ഈ പുഷ് ബാക്ക് പരിപാടികളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇത് ഈ ഷോർട്ട് ഡിസ്റ്റൻസിൽ ഉപയോഗിക്കുന്ന വിമാനമായതുകൊണ്ടായിരിക്കും. ഇതിനകത്ത് ബിസിനസ് ക്ലാസ്സും പരിപാടികളൊന്നുമില്ല, സാധാരണ ഒരു എയർക്രാഫ്റ്റാണ്. ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, സെയിം സീറ്റ്, വേറെ ഒരു സംഭവങ്ങളുമില്ല. താങ്ക് യു, ബൈ. അങ്ങനെ ലണ്ടനെത്തി. ശരിക്കും ഞാൻ ഈ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് മാഞ്ചസ്റ്റർ ടു പാരീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതിനകത്ത് വിത്ത് ലണ്ടൻ ലേ ഓവർ. മാഞ്ചസ്റ്റർ ടു ലണ്ടൻ 20,000 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ മാഞ്ചസ്റ്റർ ടു പാരീസ് ബുക്ക് ചെയ്തു. അത് 13,000 രൂപ കിട്ടി വിത്ത് ലണ്ടൻ ലേ ഓവർ. ഒരു ദിവസം ലേ ഓവർ കൊടുത്തു. അപ്പോൾ എനിക്കിവിടെ ഒരു ദിവസം നിന്ന് ഷംജിത് ഭായിനെയൊക്കെ കണ്ടിട്ട് റിലാക്സ്ഡ് ആയിട്ട് നാളെ എനിക്ക് പാരീസിലേക്ക് പോകാനും. പക്ഷേ ബാഗ് ഞാനിപ്പോൾ ഇവിടെ കളക്ട് ചെയ്യും. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ ബാഗ് വേണമെന്നുള്ളത്. A to B എപ്പോഴും റേറ്റ് കൂടുതലാണെങ്കിൽ A to C നോക്കിക്കഴിഞ്ഞാൽ റേറ്റ് കുറവായിരിക്കും. അതാണ് കളക്ഷൻ ഫ്ലൈറ്റുകളുടെ പ്രത്യേകത. ഇത് ബ്രിട്ടീഷ് എയർവേസിൻ്റെ ടെർമിനലാണെന്ന് തോന്നുന്നു. ഡൊമസ്റ്റിക്കിലാകെ 1, 2, 2 ബാഗേജ് ഗേറ്റുകളേ ഉള്ളൂ. ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറായി. ഇതുവരെ ബാഗൊന്നും വരുന്നില്ല. എന്തോന്ന് ബ്രിട്ടീഷ് എയർവേസ് ആണ് ഇത്. There comes my പെട്ടി. താങ്ക് യു സോ മച്ച്. ഡയറക്റ്റ് ട്രെയിൻസ് ടു ലണ്ടൻ. ദ ഓൺലി നോൺ സ്റ്റോപ്പ് ട്രെയിൻ സർവീസ് ഇൻ സെൻട്രൽ ലണ്ടൻ ഇൻ 15 മിനിറ്റ്സ്. ഇവിടെ നിന്ന് 15 മിനിറ്റിൽ സെൻട്രൽ ലണ്ടനിൽ പോകാനായിട്ട് ഹീത്രോ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻസ് ഉണ്ട്. ഹീത്രോ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആൾക്കാർക്ക് ഈ ട്രെയിനിൽ കയറി പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അഫോർഡബിൾ ആയിട്ട് സെൻട്രൽ ലണ്ടനിൽ എത്താൻ പറ്റും. ഇത് ഭയങ്കര സ്റ്റാൻഡേർഡ് സ്റ്റേഷനാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, എലിസബത്ത് ലൈൻ, ഹീത്രോ എക്സ്പ്രസ്, ട്രെയിൻ ടിക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നല്ല കിടുക്കാച്ചി സെറ്റപ്പ് സ്ഥലം. അടിപൊളി, എത്ര നീറ്റ് ആൻഡ് ക്ലീൻ എയർപോർട്ടാണെന്ന് അറിയുന്നത്. ഹലോ ഷംജിത് ഭായ്, ഹൗ ആർ യു? മുന്നേ തന്നെ കാത്തിരിക്കുന്നു. ഇത് അടിപൊളി ടെർമിനലാണല്ലോ ഇത്. ഇത് ഒരു ആദ്യത്തുള്ളത് ടെർമിനൽ അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇത് ഗംഭീര ടെർമിനൽ. പക്ഷേ ബാഗ് വരാൻ വേണ്ടി അരമണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടയർഡൊന്നും ആയില്ല. ഇവിടെ എന്താണ് ഇപ്പോൾ ഫുള്ള് അതർ കൺട്രി ഫുഡിൻ്റെ ബഹളങ്ങളാണ്. ഇതൊക്കെയാണ് ഇവിടെ നമ്മളന്ന് വന്നതല്ലേ, ഒരു ചട്ടിക്കകത്ത് ഒരു സാധനം വാങ്ങിച്ച് കഴിച്ചത്, കറി. അടിപൊളി. ഓ, ഇത് ഭയങ്കര വലിയ സംഭവം. ഇത് ശരി ദൈവമേ. പത്താൻസ് അല്ലേ, പത്താൻസ്. UK ഒക്കെ മാറുന്ന മാറ്റം ഒന്ന് നോക്കി. ഇതൊന്നും UK കൾച്ചർ ട്രഡീഷണലേ അല്ല, കംപ്ലീറ്റ് വേറെ തന്നെ സെറ്റപ്പാണ്. ഒരു മോഡേൺ, ഒരു അറബിക് സ്റ്റൈലും സംഭവങ്ങളും ഒക്കെ ആയിട്ട്. ഇന്നലെ നമ്മൾ മാഞ്ചസ്റ്ററിലൊക്കെ പോയി കണ്ട പോലെ തന്നെയുള്ള ഒരു കിടിലൊരു ഏരിയ. ഈ കാണുന്ന സാധനങ്ങൾ കണ്ടില്ലേ, ഇത് ഒരു ബ്രെഡ്, സലാഡ്, പിന്നെ മിൻ ചട്നി, പിന്നെ തൈരിൻ്റെ ഒരു സാധനം. ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ കൂടെയുള്ള കോംപ്ലിമെൻ്ററി സാധനമാണ്. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ. എന്തായിരുന്നു? കറായി. ചട്ടിക്കകത്ത് ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി അതേപോലെ കൊണ്ട് തന്നിരിക്കുകയാണ്. എല്ലാം വിത്ത് എനിക്ക് ഒരു നാൻ ബ്രെഡ് ഇരിക്കുന്നുണ്ടോ. ഇതിങ്ങനെ അഫ്ഗാനി നാനാണ്. ഇതിങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാം. എന്ത് വലുപ്പമാണെന്ന് നോക്കിയത്. അതിങ്ങനെ വലിച്ച് പറിച്ചെടുത്ത് ചിക്കൻ മുക്കി എടുത്ത് കഴിക്കാം. ഇത് കിട്ടുന്ന സാധനം ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാണ്. നമ്മൾ കഴിഞ്ഞ വന്നപ്പോഴേ കഴിച്ചായിരുന്നത്. ഞങ്ങളെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു ചെറിയൊരു ഹുഡി വാങ്ങാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ ഹുഡി വാങ്ങിച്ച് കഴിഞ്ഞ് എന്നാൽ ഒരു കാപ്പി കുടിക്കാമല്ലോ എന്നൊക്കെ കരുതി നമ്മളിവിടെ കോസ്റ്റ കോഫിയിൽ പോയി. അപ്പോഴത്തേക്കിനാണ് മനസ്സിലാകുന്നത് അത് അടച്ചു എന്ന്. അപ്പോൾ ഇത്ര നേരത്തെ എന്താ അടച്ചതെന്ന് നോക്കിയപ്പോഴത്തേക്കിനാണ് മനസ്സിലാകുന്നത് 6 മണിയായി, അവരുടെ സമയം കഴിഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിയായ ഫീലാണ്. 6 മണിയായി, അടച്ചു. അത് ഈ സമ്മറിലുള്ള മെയിൻ പ്രശ്നം. ഇന്നലെ അവിടെയുള്ള കറങ്ങി നടന്നപ്പോഴത്തേക്കിനും നമ്മൾ സമയം രാത്രിയിൽ 9 മണിയായി, പക്ഷെ ഇരുട്ടിയിട്ടില്ല, എല്ലാം അടച്ചു.
ഫുള്ള് ക്ലോസ് ആയി. നമ്മൾ മെന്റലി ആക്റ്റീവ് ആണ് അപ്പോൾ. കാരണം ഞാൻ ഈ ഐസ്ലാൻഡിൽ പോകുമ്പോൾ എന്താ അവസ്ഥ ആലോചിക്കുക. എനിക്ക് മറ്റേ സാധനം കൂടെ വാങ്ങണം, ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം രാത്രി 1 മണിക്ക് നേരം സൺസെറ്റും രാവിലെ 3 മണിക്ക് സൺറൈസും ആണ്. എന്തായിരിക്കും അവസ്ഥ? ഞാൻ വൈറ്റ് നൈറ്റ്സ് ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ മാക്സിമം ഒരു 10 മണിക്ക് നേരം ഇരുട്ടത്തില്ലേ? ഇനി അതൊരെണ്ണം വാങ്ങിക്കണം, എന്നാലേ പറ്റുള്ളൂ. സമയം രാത്രി 9 മണിയായി. ഇതുവരെ ഇവിടെ നേരെ കിട്ടാനുള്ള പരിപാടികളൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐസ്ലാൻഡൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോ അങ്ങനെ ഞാനിവിടെ റൂമിലെത്തി. ആസ് യൂഷ്വൽ എപ്പോഴും താമസിക്കുന്ന പോലെ തന്നെ ഹീത്രോ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഹോളിഡേ ഇൻ എക്സ്പ്രസ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കിടന്നുറങ്ങി. നാളെ രാവിലെ എണീറ്റ് നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിൽ നമ്മൾ ഫ്രാൻസിലേക്ക് പോകും. ഞാൻ റെസ്റ്റ് എടുക്കുന്നത്. ഗുഡ് നൈറ്റ്, ഉറങ്ങാൻ സമയമായി. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ വലിയ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി കിടക്കാൻ നേരം ഒരു ക്ലിങ് എന്ന് പറഞ്ഞ ശബ്ദം കേട്ടു. ഒരു ഇമെയിൽ വന്നു. ആ ഇമെയിൽ എന്ന് പറയുന്നത് യുവർ ബ്രിട്ടീഷ് എയർവേസ് ഫ്ലൈറ്റ് സപ്പോസ് ടു ലീവ് അറ്റ് 2 PM ഈസ് ക്യാൻസൽഡ് ആൻഡ് വി ഹാവ് പ്രീ ബുക്ക്ഡ്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നിങ്ങളുടെ സീറ്റ് മറ്റൊരു ഫ്ലൈറ്റിലേക്ക് മാറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അറ്റ് നൈറ്റ് 8 മണി 8:30. അതായത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്ലൈറ്റിലേക്ക് അവർ എനിക്ക് ടൈം മാറ്റി തന്നു. കാരണം എനിക്ക് ഓൾറെഡി ബോർഡിംഗ് പാസ് തന്നതാണ്. അതുകൊണ്ടാണ് അവരെനിക്ക് വേറെ ഫ്ലൈറ്റിലേക്ക് ആക്കി തന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവന്മാർ സ്ട്രേറ്റ് അവേ ക്യാൻസൽ ചെയ്തിട്ട് റീഫണ്ട് തരാന്ന് പറയത്തേ ഉള്ളൂ. 2 മണിക്കത്തെ ഫ്ലൈറ്റ് അവർ ക്യാൻസൽ ചെയ്തിട്ട് 3, 4, 5, 6, 7, 8 രാത്രി 8:30 ഫ്ലൈറ്റ്. അത് അവിടെ പാരീസ് സമയം 12 മണിക്കാണ്ട് അവിടെ എത്തുള്ളൂ. എന്തായാലും അത് ഓക്കെ ആയി. അപ്പോൾ അത് അവർ തന്നെ ബുക്ക് ചെയ്തു തന്നു. അപ്പോൾ കല്ലി എന്നൊക്കെ തീരുമാനിച്ച് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കിനും ക്ലിങ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു മെയിൽ. അത് തുറന്ന് നോക്കിയപ്പം കാണുന്നത് യുവർ ഫ്ലൈറ്റ് ഫ്രം പാരീസ് ടു ഐസ്ലാൻഡ് മേ ബി അഫക്റ്റഡ് ബിക്കോസ് ഓഫ് പ്ലാൻഡ് എയർ ട്രാഫിക് കൺട്രോളേഴ്സ് സ്ട്രൈക്ക് എന്നും പറഞ്ഞിട്ട്. അതായത് ATC ഇരിക്കുന്ന ആൾക്കാരില്ലേ, എയർ ട്രാഫിക് കൺട്രോളേഴ്സ്, അവരുടെ ഒരു പ്ലാൻഡ് സ്ട്രൈക്ക് നാളെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിമാനം അഫക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അസ് ഓഫ് നൗ നിങ്ങളുടെ വിമാനം ഇതുവരെ അഫക്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എനി ടൈം നിങ്ങളുടെ വിമാനം അഫക്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു മെയിൽ അയച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച്, നമ്മുടെയൊക്കെ നാട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണി മുടക്കി, KSRTC മിന്നൽ പണി മുടക്കി, അല്ലെങ്കിൽ വേറെ എന്താണ് ട്രാവൽ ഇൻഡസ്ട്രിയിൽ പണിമുടക്ക് വരാനായിട്ട് റെയിൽവേയിൽ പോലും അങ്ങനെ പണിമുടക്കൊന്നും ഞാൻ കേട്ടിട്ടില്ല. പൈലറ്റുമാർ പണിമുടക്കി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റും, കേട്ടിട്ടില്ലല്ലോ. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ട്രെയിനൊക്കെ പണി മുടക്കാറുണ്ട് പലപ്പോഴും. ട്രെയിൻ ലോക്കോ പൈലറ്റുമാരൊക്കെ പണി മുടക്കാറുണ്ട്. ഈ സംഘടനകൾ ആദ്യം ഇൻഫോം ചെയ്യും. മിന്നൽ പണി മുടക്കാൻ നടക്കത്തില്ല. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞങ്ങൾ പണി മുടക്കും. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച് തന്നോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് പണി മുടക്കും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അഫക്റ്റ് ചെയ്യപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ അറിയിച്ചിട്ടായിരിക്കും ഇവരൊക്കെ പണി മുടക്കുന്നത്. അപ്പോൾ അങ്ങനെ പണിമുടക്കൊണ്ട് നാളെ. ഇനി അത് കാരണം എൻ്റെ നാളത്തെ വിമാനം അഫക്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ഒരു വിമാനമൊക്കെ 1/2 മണിക്കൂർ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് എയർപോർട്ടിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തിനൊക്കെ ഒരു ഭയങ്കര കഷ്ടമാണ്. നമ്മൾ ഓരോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഞാൻ നമ്മൾ യൂറോപ്പിൽ യാത്ര ചെയ്യുമ്പോഴേ അധിക ദിവസങ്ങളിലും പണിമുടക്കുണ്ട്. മീൻസ് ഡിലേ വരും, എവിടെയെങ്കിലൊക്കെ ഡിലേ വരും. അതായത് നമുക്ക് ഉറപ്പിച്ച് 100% ഉറപ്പിച്ചൊരു കണക്ഷൻ ഫ്ലൈറ്റ് പോലും എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ സിംഗിൾ PNR ആയിരിക്കണം. സിംഗിൾ PNR ആയതുകൊണ്ടാണ് എനിക്ക് ബ്രിട്ടീഷ് എയർവേസ് വേറൊരു ഫ്ലൈറ്റിലേക്ക് മാറ്റി തന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പോയി പണിയൊക്കെ പറയത്തേ ഉള്ളൂ. അതങ്ങനെയൊക്കെയാണ് പലതും. ഇതിലെ പിന്നെ നിനക്ക് ഇൻഷുറൻസ് ഉണ്ടാവണം. ഇൻഷുറൻസ് ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് എടുക്കണം. അങ്ങനെയൊക്കെയാണ് പല സംഭവങ്ങളും. സോ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഫാർ ബെറ്റർ ആണ്. എന്തായാലും ATC ഒന്നും ഇതുവരെ പണി മുടക്കി കേട്ടിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ വന്ന് ചെക്കൗട്ട് ചെയ്യണമല്ലോ. 2 മണി വരെ ചെക്കൗട്ട് ചെയ്യാനുള്ള സമയം കിട്ടും. 2 മണി കഴിഞ്ഞാൽ ആരും റൂം തരില്ല. സോ വി ഹാവ് ടു ചെക്കൗട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷംജിത് ഭായിയുടെ വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം, പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് എൻ്റെ പ്ലാനിലുള്ള ലേവർ അല്ല. എൻ്റെ പ്ലാനിലുള്ള ലേവർ കഴിഞ്ഞു. നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയത് എന്ത് ചെയ്യാൻ പറ്റും? ബ്രിട്ടീഷ് എയർവേസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? എന്താ അവസ്ഥ? നമ്മളൊക്കെ ഏറുന്നതിനെ കുറ്റം പറഞ്ഞു നടക്കും. ഇവിടെ ഇതിനപ്പുറമാണ്. ഈ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുപ്പിയുടെ അടപ്പ് നമുക്ക് ഒരു കളയാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, ഇതിനെന്താ ഇത്തരത്തിലുള്ള അടപ്പാണ് കേട്ടോ. ഇങ്ങനെ അടച്ചു വെക്കണം കുടിച്ച് കഴിഞ്ഞാൽ. ഞങ്ങളിവിടെ ഷംജിത് ഭായിയുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ വീട്ടിലിരുന്നൊരു പോഡ്കാസ്റ്റൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിനും വീണ്ടും എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയി എന്നും പറഞ്ഞുകൊണ്ട് മെയിൽ വന്നിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ എന്തോ സ്ട്രൈക്കൊക്കെ കാരണമാണ് എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഷംജിത് ഭായ്, ഇവിടെ ഒന്ന് എനിക്ക് നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഫ്ലൈറ്റ്. അതിന് മുമ്പ് പാരീസ് എത്താൻ എന്താ വഴി?
ബ്രിട്ടീഷ് എയർവേസേ വഴിയുള്ളൂ, നമ്മൾ നോക്കാം. വേറെ ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസൽഡ്. ഇന്ന് പാരീസിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റ്സും ക്യാൻസൽഡ്. നിങ്ങൾ ഞാൻ പാരീസിലേക്ക് ആക്കിട്ടാ തിരിച്ച് എന്റെ കൂടെ കണ്ടിട്ട് പോരണം. ഞാൻ ഫ്ലെക്സ് ബസ് നോക്കി, രാത്രി കയറി രാവിലെ എത്തും, രാവിലെ കയറി എത്തൂല. എന്തായാലും നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് എനിക്ക് പാരീസ് എത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. ലെറ്റ്സ് സീ, ഉണ്ടാവും. ATC സമരം കാരണം ഇങ്ങനെയൊക്കെ പണി ഉണ്ടാവും ഞാൻ കരുതിയില്ല. എന്താല്ലേ സമരം, എയർ ട്രാഫിക് കൺട്രോളർമാർ സമരം ചെയ്യുന്നത് കാരണം ഇവിടുത്തെ ഫ്ലൈറ്റ്സ് എല്ലാം ഡിലേഡ് ആണ്. ഇതിന് കോമ്പൻസേഷൻ വാങ്ങിക്കാൻ പറ്റും. $500 വരെ നമുക്ക് കോമ്പൻസേഷൻ വാങ്ങിക്കാൻ പറ്റും. അതിനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കും. $1,000 പോകുന്നുള്ളതാണ്. നെയ്ച്ചോറ്, പിന്നെ ലാമ്പ് കറി ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. വാവ്, അടിപൊളി. ഞാൻ അവിടെ ഷംജിത് ഭായിയുടെ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. കാരണം എനിക്കിന്ന് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. പുള്ളി ഇവിടെ പുള്ളിയുടെ ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇവിടെ വണ്ടിക്കകത്തിരുന്ന് നോക്കുമായിരുന്നു. ഹോൺസ്ലോ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ പുറത്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷുകാരനായിട്ടൊരു മനുഷ്യനെ ഒന്നും കാണുന്നില്ല. UK ആണ്, ലണ്ടൻ ഔട്ട്സ്കേർട്സ് ആണ്, UK പക്ഷെ എനിക്കിവിടെ ഇംഗ്ലീഷുകാരായിട്ടുള്ള ഒറ്റ മനുഷ്യനെ കാണാനില്ല. എല്ലാം അതർ നാഷണാലിറ്റീസ് ആൾക്കാരാണ്. എല്ലാം, ഈവൻ കടകളും എല്ലാ സംഭവങ്ങളും. ഏഴ് മണിക്കൊക്കെ അവസ്ഥ നോക്കി, എന്താ അവസ്ഥ നോക്കി. 7 മണിയായി. അങ്ങനെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ മെയിൽ വന്നു. വിമാനം രാത്രി 9:45 റീഷെഡ്യൂളായെന്നും പറഞ്ഞുകൊണ്ട് മെയിൽ വന്നു ഗൈസ്. രാത്രി 8 മണിക്ക് പോകേണ്ട വിമാനമായിരുന്നു. ഇന്ന് രാത്രി 9:55 റീസ്കെഡ്യൂളായെന്നും പറഞ്ഞുകൊണ്ട് മെയിൽ വന്നു വീണ്ടും. അങ്ങനെ ഫൈനലി വി ആർ ഗോയിങ് ബാക്ക് ടു എയർപോർട്ട്. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒരു രാത്രി 9:30 വിമാനം പറത്താനായിട്ട് അവിടുത്തെ ATC-ക്കാര് പെർമിഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എയർപോർട്ട് രാത്രി അടക്കത്തില്ലേ? 12 മണിയാകുമ്പോഴത്തേക്കും അടക്കത്തില്ലേ എയർപോർട്ട്? എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടാ. നമ്മുടെ പ്ലാൻ B എന്ന് പറയുന്നത് ഇവിടത്തെ അങ്ങനല്ല, അതൊന്നുമില്ല. ഞാൻ വിളിക്കും എന്നെ വന്ന് തെക്ക് ചെയ്തോളാം. പ്ലാൻ B എന്ന് പറയുന്നത് രാവിലെ 7:30 ഇവിടുന്ന് നേരെ ഐസ്ലാൻഡിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. അത് ബുക്ക് ചെയ്യും. പ്ലാൻ B അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഫ്ലൈറ്റ് ഡിലേ ആവുന്ന വഴി നമുക്ക് കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ കോമ്പൻസേഷൻ നമുക്ക് ആ ടിക്കറ്റിൽ മുതലാക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നല്ലത്. ലെറ്റ്സ് സീ. എന്തായാലും ഇങ്ങനെ ഫ്ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഡിലേ ആവുന്നത് നല്ലതാണ്. ഡെയിലി ഓരോ ഫ്ലൈറ്റ് വെച്ച് ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് കോമ്പൻസേഷൻ ഓരോ 500 വെച്ച് നമുക്ക് ഇങ്ങനെ വാങ്ങിച്ചെടുക്കാം. ഇങ്ങനെ വെറുതെ പ്ലാനൊന്നും ഇല്ലാതെ നടക്കുന്നവർക്ക് അത് ലോട്ടറി. ഇൻഷുറൻസ് വേണം, ട്രാവൽ ഇൻഷുറൻസ് വേണം, എന്നാലേ കിട്ടുള്ളൂ. അതൊക്കെ ബ്രിട്ടീഷ് എയർവേസ് മാത്രമേ ഇവിടെ നിന്ന് വിടുള്ളൂ. ടെർമിനൽ 5 ബ്രിട്ടീഷ് എയർവേസിന്റെ ടെർമിനൽ, ബ്രിട്ടീഷ് എയർവേസ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോ കാണാം. ഞാൻ ഐസ്ലാൻഡിൽ പോയിട്ട് വരട്ടെ. അവിടെ തണുപ്പെറിയും. അപ്പോൾ ഓക്കെ, കാണാം. ബൈ ബൈ. യെസ്, ഇവിടെ ഈ ടെർമിനൽ ഡ്രോപ്പ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ? അതായത് ഇവിടെ വരുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വരുവാണെങ്കിൽ 6 പൗണ്ട്, ഏകദേശം 700 രൂപ വരും. 6 പൗണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും അത് 24 മണിക്കൂറിനുള്ളിൽ അടയ്ക്കണം. ഇനി അത് അടച്ചില്ലെങ്കിൽ 80 പൗണ്ട് ഫൈൻ വരും. എയർപോർട്ടിൽ വരുന്നതിന് വേണ്ടിയാണ്, എയർപോർട്ടിൽ ആൾക്കാരെ കൊണ്ട് വിടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വെൽക്കം ടു ടെർമിനൽ 5, വെൽക്കം ടു ദ ഹോം ഓഫ് ബ്രിട്ടീഷ് എയർവേസ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഓ, ഇത് പൊളിച്ചല്ലോ, അടിപൊളിയാണല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ടെർമിനൽ 5 വരുന്നതും ടെർമിനൽ 5 ഫ്ലൈ ചെയ്യുന്നതൊക്കെ. സെറ്റപ്പ് കേട്ടോ, അടിപൊളിയാട്ടോ. പക്ഷെ എന്നാലും നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുന്നത് വേറെ ലെവല. അതിൻ്റെ അത്രയൊന്നും വേറെ ഒന്നും വരത്തില്ല കേട്ടോ. പക്ഷെ എന്ത് വലിപ്പം നോക്കിയേ, എന്ത് ഹൈറ്റ് എന്ന് നോക്കിയത്. വലിയ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് വാം വെൽക്കം ടു ഹോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഒന്നാലോചിക്കുന്നത് ഇപ്പം ഡൽഹിയിലോ മുംബൈയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ എയർ ഇന്ത്യക്ക് മാത്രമായിട്ട് ഒരു ടെർമിനൽ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് ഇവിടെ ബ്രിട്ടീഷ് എയർവേസ്. ഇത് കംപ്ലീറ്റ്, ഇത് കാണുന്ന ഫ്ലൈറ്റ് എല്ലാം ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫ്ലൈറ്റുകളാണ്. അത് മാത്രമേ ഉള്ളൂ. എ വാം വെൽക്കം ടു അവർ ഹോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ ഇവിടോട്ട് പറഞ്ഞു വിട്ടു, സോൺ ഇയിലേക്ക് പോകാൻ പറഞ്ഞിട്ട്. എൻ്റെ ബാഗിലുണ്ടായിരുന്ന ഒരു സാധനങ്ങളും ഇവിടെ പുറത്തെടുത്തിടേണ്ടി വന്നില്ല. എൻ്റെ ബാഗിൽ ധാരാളം ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട്, ഒന്നും പുറത്തെടുത്തിടേണ്ടി വന്നില്ല. എല്ലാം ബാഗിനകത്ത് വെച്ച് വിട്ടാൽ മതി എന്ന് പറഞ്ഞ്. എത്ര ഫാസ്റ്റായിട്ടാണ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞതെന്നറിയാമോ? അതായത് സ്മിത്സ് ഡിറ്റക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് വലിയ മെഷീനാണ് കാശ് മടക്കി വാങ്ങിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് സെക്യൂരിറ്റി ചെക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കഴിഞ്ഞു. ഞാൻ താഴെ ഇറങ്ങി വന്നൊരു ലോഞ്ചിൽ കയറിയേ. അവിടെ ഒരു സാധനം പറന്നു പോകുന്നുണ്ടോ? എൻ്റെ പൊന്നു, ഇവിടെ മൊത്തം ബ്രിട്ടീഷ് എയർവേസ് ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുകയാണ്ടല്ലേ. എനിക്ക് മൊത്തം ബ്രിട്ടീഷ് എയർവേസാണ്. ഞാനിവിടെ വിമാനമൊക്കെ നോക്കി ലോഞ്ചിൽ കയറിയിരുന്നേ.
ഇതൊരു ചെറിയ കുഞ്ഞ് ലോഞ്ചാണ്. പ്രയോറിറ്റി പാസ് ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു ലോഞ്ചാണ്. ചെറിയ ലോഞ്ച്, ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന ഇത്രയേ ഉള്ളൂ സ്ഥലം. ഇവിടുന്ന് എടുത്തുകൊണ്ട് വന്ന ഫുഡാണ് ഈ കാണുന്നത്. ഫുഡെന്നൊക്കെ പറയാനായിട്ട് പേരിന് മാത്രം എന്തൊക്കെയേ ഉള്ളൂ. സമയമേ രാത്രി 9 മണിയായിട്ടോ. അവിടെല്ലാം വിമാനങ്ങളൊക്കെ കിടപ്പുണ്ട്. അന്നേരത്തേക്കിനും ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ സ്റ്റാഫ് എന്ന് പറഞ്ഞു ഞങ്ങൾ ലോഞ്ച് അടയ്ക്കാൻ പോവാണ്, ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു. അടിപൊളി, കൊള്ളാം അല്ലേ? ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇതൊക്കെ എന്താണോ അവസ്ഥ. എൻ്റെ ഫ്ലൈറ്റ് ഗേറ്റ് ഷോണിട്ട് 21:11. താങ്ക് യു. ഇതാണ് ഞാൻ കയറിയ ലോഞ്ച്. ഒരു കുഡൂസ് ലോഞ്ചായിരുന്നു. ലണ്ടനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രി ആകുമ്പോഴത്തേക്കിനോട് എല്ലാം അടയ്ക്കും. എയർപോർട്ട് അടച്ച് വീട്ടിൽ പോകുന്ന ആൾക്കാരാണ് ഇവർ, കണ്ടില്ലേ? 9 ആകുമ്പോഴത്തേക്കിനും എയർപോർട്ടെല്ലാം അടച്ചുകൊണ്ടിരിക്കുകയാണ് 1 by 1 ആയിട്ട്. അതായത് ഇവിടുന്ന് 12 മണി കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ല രാവിലെ വരെ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മളെ ബോർഡിങ് അവിടെ ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ്. പാരീസ് അങ്ങനെ ഫൈനലി 8:45 ഫ്ലൈറ്റാണ് ഡിലേഡ് ബൈ 10 മണി എന്നും പറഞ്ഞുകൊണ്ട് അയക്കുന്നത്. എന്തൊരവസ്ഥയല്ലേ, ഒന്നും പറയണ്ട. 8:45 ഫ്ലൈറ്റിലെ കേസ് ഉച്ചയ്ക്ക് 2 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. അതാണ് രാത്രി 10 മണിയായിരിക്കുന്നത്. അങ്ങനെ രാത്രി 10 മണിയായി കേസ്. ഞാനിവിടെ വിമാനത്തിൽ കയറാൻ വേണ്ടി പോവാണ്. ഈ കാണുന്ന വിമാനത്തിലാണ് നമ്മൾ പാരീസിലേക്ക് പോകാൻ പോകുന്നത്. ഇവിടെ നിന്ന് നേരെ ഐസ്ലൻഡ് പോയാൽ മതിയായിരുന്നു. എൻ്റെ പുതിയ ഷെങ്കൻ വിസ ഫ്രാൻസിൻ്റെ ആയതുകൊണ്ട് ഫ്രാൻസിലേക്ക് ആദ്യമായിട്ടൊന്ന് എൻ്റർ ചെയ്തിട്ട് ഐസ്ലൻഡിലേക്ക് പോകാമെന്ന് കരുതിയാണ് ഞാൻ ഈ കടുങ്കയൊക്കെ കാണിച്ചത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ പാരീസിൽ പോകുമായിരുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് പോകുമായിരുന്നു. എന്തിന് മാഞ്ചസ്റ്ററിൽ നിന്ന് തന്നെ പാരീസിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ഞാൻ ലണ്ടനിൽ വന്നത് സന്ദീപ് ഭായിനെ കാണാൻ വേണ്ടിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സന്ദീപ് ഭായ് കഴിഞ്ഞ അവിടെ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു വന്നതല്ലേ, എന്നൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇങ്ങനെയായി. എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രിട്ടീഷ് എയർവേസ്. പക്ഷേ എനിക്ക് $500 കോമ്പൻസേഷൻ കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഹേ, ഹോൾഡിംഗ് ഉണ്ട്. ഹേ, ഇതാണ് ഇവരുടെ ബിസിനസ് ക്ലാസ്. നടക്കുന്ന സീറ്റ് എംറ്റി ആക്കിയിടുന്നത്. ഞാൻ ഈ വിമാനത്തിൽ ഇപ്പോൾ കയറി ഇരുന്നിട്ട് ഏകദേശം ഒരു 45-50 മിനിറ്റായി. ഇത് ആദ്യം റൺവേയിൽ വന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ഭയങ്കര തിരക്കായിരുന്നു. റൺവേയിൽ വന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റൺവേയിലൂടെ ഒരു കുറച്ച് സമയം ഓടി. പക്ഷേ സ്പീഡെടുത്ത് ടേക്ക് ഓഫ് ചെയ്തില്ല. എന്നിട്ട് തിരിച്ച് വീണ്ടും കറങ്ങി തിരിഞ്ഞ് വന്ന് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് വീണ്ടും റൺവേയിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. വീണ്ടും കിട്ടി ബിസ്ക്കറ്റ്, സെയിം സാധനം. വീണ്ടും തന്നു ബ്രിട്ടീഷ് വെള്ളം, ഹാരോഗേറ്റ് സ്പ്രിംഗ് വാട്ടർ. ഇവിടെ എയർപോർട്ടൊക്കെ പുറത്ത് കാലിയാണ് ഓൾമോസ്റ്റ് കേട്ടോ. അധികം ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ വെൽക്കം ടു പാരീസ്. പാരീസ് ചാൾസ് ഡിഗൾ എയർപോർട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. CDG എയർപോർട്ട് എന്ന് പറയും. ഇവിടെ വിമാനങ്ങളൊന്നും ഇല്ല കേട്ടോ. പ്രേതാലയം പോലെ കിടക്കുന്ന എയർപോർട്ട് നോക്കി. ഒന്നാമത് രാത്രിയായി. ഇവിടെ ഒന്നും രാത്രി വിമാനങ്ങൾ വരുന്ന സ്ഥലമല്ല. രാത്രിയായി. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയില്ല. എന്തോ നോക്കട്ടെ. ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഒന്നും ചോദിച്ചില്ല കേട്ടോ. ഇവിടെ എല്ലാം കാലിയാ, ആരുമില്ല. ഇവിടുത്തെ സമയം രാത്രി 12:45. UK ടൈം 11:45. ആലോചിച്ച് ചോദിക്കുക. ഞാൻ ഉച്ചയ്ക്ക് 3 മണിക്ക് ഇവിടെ എത്തേണ്ടതാണ്. വെയിറ്റിംഗ് ഫോർ ദ ബാഗ്. ഹാൻഡ് ബാഗ് മാത്രമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എന്ത് സുഖമാണ്. ഈ ബാഗിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയം കളയണ്ട. അങ്ങനെ 20 മിനിറ്റ് കാത്തു നിന്നതിന് ശേഷം എൻ്റെ പെട്ടി അതാ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ വന്ന ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫ്ലൈറ്റാണ് കിടക്കുന്നത് കണ്ടോ. കാരണം അതിനിപ്പോൾ രാത്രിയായില്ലേ. അത് ഇവിടെ നിന്ന് വന്നിട്ട് ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവിടെ ഫുൾ എംറ്റി. ഒരു സമരം കാരണം എയർപോർട്ട് മൊത്തം നിശ്ചലമായെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇനിയിപ്പോൾ ടെർമിനൽ 2 നിന്ന് ടെർമിനൽ 3 ഇവിടെ നിന്ന് പോകണം. അതെങ്ങനെയാണ് പോകണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. പുറത്തിറങ്ങി ടാക്സി നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് എനിക്ക് 1 കിലോമീറ്റർ മാറണം. 1 കിലോമീറ്റർ മാറാൻ അവന്മാർ €30 ഒക്കെ പറയുന്നു. €40 ഒക്കെ പറയുന്നു. 4000 രൂപ. ഭ്രാന്താ. ബോൾട്ട് ബുക്ക് ചെയ്യാൻ നോക്കി, ഉബർ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കിനും അതിൻ്റെ പിക്കപ്പ് പോയിന്റ് ഞാൻ ആദ്യം ബുക്ക് ചെയ്തിട്ട് വണ്ടിയൊന്നും വരുന്നില്ല. എന്താ സംഭവിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. പോയി നോക്കാം. ഇവിടുന്ന് ബസ് ഉണ്ടെന്ന് പറയുന്നത്, ഫ്രീ ബസ്. ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എയർപോർട്ടിൽ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്നു. ഒരു ഹോംലെസ് ആണോ ട്രാവലേഴ്സ് ആണോ എന്ന് അറിയത്തില്ല. ട്രാവലേഴ്സ് അല്ല, എന്തായാലും ഹോംലെസ് ആണ്. ടെർമിനൽ 1, 3, 2F, 2G എത്ര ടെർമിനലാണ് അവിടെ ഉള്ളത്? ഇനി ട്രെയിൻ ഉണ്ടോ എന്ന് ആർക്കറിയാം. പോയി നോക്കാം. 1, 3, 2F എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അടിപൊളി. 1, 3 എയർപോർട്ട് ഷട്ടലൊക്കെ അടച്ചെന്ന് തോന്നുന്നല്ലോ. പണി പൊളി മോനെ. വിൽ നോട്ട് റൺ ബിറ്റ്വീൻ 1 AM and 4 AM. അടിപൊളി. 1 മണിയായി. ഇനി ഞാൻ പരിപാടിയാവും. ഇവിടെ നിന്ന് എങ്ങനെയാണ് ബസ് എടുക്കുന്നത്? ഇനി എങ്ങോട്ട് പോകാനേ? ഇവിടെ ആരും ഇല്ലല്ലോ. ഞാനങ്ങനെ നടന്ന് വേറെ ഏതോ ഒരു സ്ഥലത്തെത്തി. ഇവിടെ ബസ്സുണ്ട്. ഇവിടെ നിന്ന് മിക്കവാറും എയർപോർട്ട് ഷട്ടിൽ കിട്ടുമെന്ന് തോന്നുന്നു. ഒരു ബസ് പോകുന്നതാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. പോയി നോക്കട്ടെ. കാലിയാ എയർപോർട്ടെല്ലാം രാത്രി ആയി കഴിഞ്ഞാൽ. എന്തൊരവസ്ഥയാണെന്ന് നോക്കി.
അങ്ങനൊരു ബസ് കണ്ടു. ഇത് പോകുന്ന നോക്കണം. ടെർമിനൽ 3 ഇത് പോകൂല അത്ര. വേറെ വണ്ടി വരുന്നുണ്ട്, ഇത് പോകുമായിരിക്കും. ഓ ഇല്ല, അത് വേറെയാ. ഗൈസ്, നട്ടപ്പ രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പ്രശ്നം. പെട്ടുപോവും. ടെർമിനൽ 3 ബസ്സൊക്കെ ഫ്രീ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ടെർമിനൽ ടു ടെർമിനൽ പോകുന്ന ബസ്സൊക്കെ ഫ്രീ ആണ്. അങ്ങനെ രാത്രി 1:30 മണിയായി. ഞാനിവിടെ ബസ് സ്റ്റാൻഡിലെത്തി. ഇത് നമ്മളെ ഡൽഹിയിലെ എയറോ സിറ്റി പോലത്തെ ഒരു ഏരിയ ആണ്. ഇവിടെ നിറച്ച് ഹോട്ടൽസ് ആണ്. ആ കാണുന്ന ഹോട്ടലാണ് എൻ്റെത്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഒരു കൊട്ടാരം പോലത്തെ ഹോട്ടൽ. നോക്കിയേ, എന്തോ അടി ഇതെന്തോന്ന് കപ്പൽ പോലെ ഉണ്ടല്ലോ കാണുമ്പോഴത്തേക്കിനും. ഏതോ ഒരു കൊളംബോ ഹോട്ടൽ കേട്ടോ. ഹിൽട്ടൺ എന്ന് പറഞ്ഞ ഹോട്ടലൊക്കെ അല്ലെങ്കിലും ലോകത്തെല്ലായിടത്തും വലിയ ഗംഭീര ബിൽഡിംഗ് ആയിരിക്കും. എനിക്കിതൊരു ലാസ്റ്റ് മിനിറ്റ് ഡീൽ എന്നുള്ള രീതിയിൽ കിട്ടിയ ഹോട്ടലാണ്. ഇതാണ് എൻ്റെ മുറി. ഒരു പഴയ മുറിയാണ്, പഴയ ഹോട്ടലാണ്. പക്ഷെ എന്നാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മുറിയാണ്. എന്താ പറയുക, ഒരു ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. ഒരു രാത്രി കിടന്നുറങ്ങാൻ ഇതൊക്കെ ഭയങ്കര ധാരാളമാണ്, പ്രത്യേകിച്ച് എയർപോർട്ടിനടുത്തൊക്കെ. ഇവിടെ ഒരു സംഭവം ഉണ്ടോ, വെള്ളം വെച്ചിട്ടില്ല. പകരം ഫിൽ സിപ്പ് റിപ്പീറ്റ് എന്നും പറഞ്ഞുകൊണ്ട് കുപ്പി വെച്ചിട്ടുണ്ട്. അത് പുറത്ത് വാട്ടർ ഫില്ലിംഗ് സ്റ്റേഷനും ഉണ്ട്. അവിടെ പോയിട്ട് വെള്ളം എത്ര വേണമെന്ന് നിറച്ച് കുടിച്ചോ എന്നാണ് അവർ പറയുന്നത്. ആ ഒരു സിസ്റ്റമാണ്. ഇതെന്തത് സംഭവം പൊളിച്ചത്. ബാത്ത് ടബ് വരെ ഉണ്ടല്ലോ, ബാത്ത് ടബും പരിപാടികളെല്ലാം ഉണ്ട്. അടിപൊളി. ഇത് ശരിക്കും ഇതൊരു പഴയ ഹോട്ടലാണ്, പക്ഷെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഐസ്ലാൻഡിലേക്ക് പോവാം. നാളെ നമ്മൾ അടുത്ത രാജ്യം, പുതിയ രാജ്യമായിട്ടുള്ള ഐസ്ലാൻഡിൽ പോകാൻ വേണ്ടി അടിച്ചിട്ട് കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നത്. ആക്ച്വലി ഇവിടുന്ന് ഫ്ലൈറ്റ് റേറ്റും കുറവായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ ഐസ്ലാൻഡിൽ പോയിട്ട് എങ്ങനെ വരുന്നില്ലേ, ഐസ്ലാൻഡിൽ ഫുള്ള് റിംഗ് റോഡ് ട്രിപ്പ് അടിക്കും ഞാൻ ഒറ്റയ്ക്ക്. അതെങ്ങനെയാണെന്നറിയോ, ഐസ്ലാൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുക്കണം. ചുമ്മാ കാർ റെന്റിനടുത്തല്ല സുഹൃത്തുക്കം പോകുന്നത്. അതിന് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നാളെ കഴിഞ്ഞൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഐസ്ലാൻഡിൻ്റെ അധികം മലയാളം വീഡിയോസ് ഒന്നും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. എന്തായാലും കാത്തിരിക്കൂ ഐസ്ലാൻഡ് വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 12:30 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പം ഞാൻ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.